പ്രേംലാൽ, ഈ ട്രംപും മസ്കും തമ്മിലുള്ള ആ ഒരു ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ആദ്യം ഒരു സൗന്ദര്യപ്പിണക്കത്തിൽ തുടങ്ങിയതാണ്, പക്ഷേ ഇപ്പോൾ അത് വളരെ രൂക്ഷമാകുന്നു. പൈസ കൊടുത്ത് സ്വാധീനിക്കാൻ, റിപ്പബ്ലിക്കൻ പാർട്ടി അടക്കം പൈസ കൊടുത്ത് സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളടക്കം നടക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അടിസ്ഥാനപരമായി ഇവർ രണ്ടുപേരും ബിസിനസ്സുകാരാണല്ലോ. അപ്പോൾ നമ്മൾ കരുതിയിരുന്നത് ഇവർക്ക് ഈ രാഷ്ട്രീയക്കാരെ പോലുള്ള ഒരു മെയ്വഴക്കവും ഈ വാക്ചാതുര്യമൊന്നും ഇല്ലയെന്നാണ്. പക്ഷേ അതൊക്കെ ധാരണകളൊക്കെ തെറ്റിക്കൊണ്ട് ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റ്, ഈ ട്രംപ് ഒരു 1.5 മാസം മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നല്ലോ, ഈ നികുതി പരിഷ്കരണം. അതായത് റെസിപ്രോക്കൽ ടാക്സ് എന്നാണ് പറയുക, പകരച്ചുങ്കം. ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അമേരിക്കയിലോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള തുക ഏർപ്പാടാക്കുന്ന ഒരു നികുതി പരിഷ്കരണം. അത് അമ്പേ പരാജയപ്പെട്ടു, പിന്നീട് തിരുത്തിയൊക്കെ ഉണ്ട്. ഏതായാലും ഒരു നിയമം ട്രംപ് അങ്ങ് പ്രഖ്യാപിച്ചു. അപ്പോൾ അത് നിയമമായി വരണമെങ്കിൽ അമേരിക്കൻ കോൺഗ്രസ്സിൽ അത് അവതരിപ്പിച്ച് അതിൻ്റെ അംഗീകാരം കിട്ടണം. അപ്പോൾ അതിൻ്റെ വോട്ടിംഗ് അടക്കമുള്ള നടപടികളുണ്ട്. ഇപ്പോൾ ട്രംപിൻ്റെ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്, പ്രതിപക്ഷം ഡെമോക്രാറ്റുകളും. അപ്പോൾ ഈ പ്രതിപക്ഷത്തുള്ളവർ ഇത് പരമാവധി ഇതിന് വോട്ട് ചെയ്യുക, പറ്റുമെങ്കിൽ ഭരണപക്ഷത്തുള്ള റിപ്പബ്ലിക്കൻകാരും ഇതിനെതിരെ വോട്ട് ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ മസ്കിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഇത്തരക്കാരെ പണം കൊടുത്ത് സ്വാധീനിച്ച് ട്രംപിനെതിരെ തിരിക്കാൻ മസ്ക് ശ്രമിക്കുന്നു എന്നാണ് ട്രംപിൻ്റെ ആരോപണം. അപ്പോൾ അത്തരത്തിൽ അയാൾ ചെയ്തു കഴിഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നാണ് ട്രംപ് വെല്ലുവിളി പോലെ, ഒരു മുന്നറിയിപ്പ് പോലെ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ട്രംപ് പ്രതികരിക്കാനുണ്ടായ കാരണം, മസ്ക് നേരത്തെ തന്നെ ട്വിറ്ററിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതായത് ഈ ബില്ല് കോൺഗ്രസിൻ്റെ അംഗീകാരത്തിൽ വന്നത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി ഈ ട്രംപിൻ്റെ 2ാം ടേമിലുള്ള ആ ഭരണം ഉണ്ടല്ലോ, അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് മസ്ക് പ്രതികരിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത്. ഇനി വേറെയും ചില കാര്യങ്ങൾ, അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ മനസ്സിലാക്കാൻ എളുപ്പത്തിന് PV അൻവർ പിണറായി പ്രശ്നമുണ്ടല്ലോ. മുഖ്യമന്ത്രിക്കെതിരെ PV അൻവർ നിരന്തരം ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, വെല്ലുവിളിക്കുന്നു. ഏതാണ്ട് അതേ ലൈനിലാണ് ഇപ്പോൾ മസ്ക് ഉള്ളത്. മസ്ക് ഒരു ഘട്ടത്തിൽ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കാൻ പോലും ഇറങ്ങി തിരിഞ്ഞിട്ടുണ്ട്. ദ അമേരിക്കൻ പാർട്ടി എന്നാണ് മസ്ക് അയാളുടെ പാർട്ടിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ. രൂപീകരിച്ചിട്ടില്ല, രൂപീകരിച്ചാലോ എന്ന് എക്സിൽ, അയാളുടെ തന്നെ കമ്പനിയാണ് ഇപ്പോൾ എക്സ്, അതിലൊരു പോസ്റ്റ് ഇട്ടു. ഏതാണ്ട് അയാളെ ഫോളോ ചെയ്യുന്ന 80% അധികം പേർ അത് ശരിയായ പരിപാടിയാണ് ചെയ്തോ എന്ന് പറയും. ഇപ്പോൾ ട്രംപിനെ പോലെ ഒരു ബിസിനസ്സുകാരനെ താങ്ങുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന അമേരിക്കയ്ക്ക് ഇനി മസ്കിനെ കൂടി താങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാം. ഇനി എന്തുകൊണ്ട് ഈ രണ്ടുപേരും തല്ലി പിരിഞ്ഞു എന്ന് ഒരു കാരണം ഉണ്ടാകണമല്ലോ. അതായത് ഈ ട്രംപിനെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി കൈമൈ മറന്ന് പ്രചാരണത്തിലും അത് കഴിഞ്ഞുമൊക്കെ കൂടെ നിന്ന ആളാണ് എലോൺ മസ്ക്. ഇയാൾ ഒരു സൗത്ത് ആഫ്രിക്കൻ ഒറിജിനാണ്, സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച ആളാണ്. അമേരിക്കയിലോട്ട് അയാളുടെ വേരുകൾ സൗത്ത് ആഫ്രിക്കയിലാണ്, പൂർണ്ണമായും ഒരു അമേരിക്കക്കാരനാണെന്ന് പറയാനൊക്കില്ല. അപ്പോൾ ഇയാൾ ട്രംപിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ, $288 മില്യൺ, അത് പുറമെ പറയുന്ന വെളിപ്പെടുത്തിയ തുകയാണ്, അതല്ലാണ്ട് എത്ര തുക ചിലവാക്കിയെന്ന് നമുക്കറിയില്ല. ഇത്രയും തുക ചിലവാക്കിയാണ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പ്രചരണത്തിനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് പ്രത്യുപകാരം എന്ന നിലയിൽ ഈ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇയാൾക്ക് ഒരു മന്ത്രിസഭ എന്ന പോലെ ഒരു ഭരണ ചുമതലയും കൊടുത്തു. കാര്യശേഷി വർധന വകുപ്പ്, ഡോജ് എന്നാണ്, DOGE അതിൻ്റെ ചുരുക്കപ്പേര്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഭരണത്തിലെ സുതാര്യത ഉറപ്പുവരുത്തുക, ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരിൽ മസ്ക് ചെയ്തത് എല്ലാം ജനവിരുദ്ധ നടപടികളാണ്. കാര്യം ഈ സർക്കാർ ജോലിക്കാർ അവിടെയല്ലേ ഹയർ ആൻഡ് ഫയർ സമ്പ്രദായമുണ്ട്. അതായത് ഒരു സ്ഥിര നിയമനമില്ല, ഒരാളെ ഹയർ ചെയ്യുന്നു, ആവശ്യം കഴിയുമ്പോൾ ഒരു കോൺട്രാക്റ്റ് പോലെ. അപ്പോൾ കുറേ പേരെ നമ്മുടെ മസ്ക് അങ്ങ് പറഞ്ഞു വിട്ടു. എന്നിട്ട് കുറച്ച് ചെറുപ്പക്കാരെ എടുത്തു. അവർക്ക് ഈ ദിവസവേതന അടിസ്ഥാനത്തിൽ എന്ന കണക്കാണ് വേതനം നിശ്ചയിച്ചത്. ആഴ്ചയിൽ 80 മണിക്കൂറൊക്കെ പണിയെടുത്തോണം, നേരത്തെ ഉള്ളതിനേക്കാൾ കുറവ് വേതനത്തിലാണ് അങ്ങനെ എത്തിയത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ അവിടെ കുറേ കേസും വഴക്കുകളൊക്കെ നടന്നു. ഇതിൻ്റെ ഇടയിലാണ് ട്രംപ് നേരത്തെ പറഞ്ഞ ആ ബില്ല്, നമ്മുടെ നികുതി പരിഷ്കരണ ബില്ലും കൊണ്ടുവന്നത്. അപ്പോൾ ഇയാൾ ഈ ചെലവ് ചുരുക്കലാണല്ലോ ഇയാളുടെ ഉദ്ദേശം. അപ്പോൾ ഈ നികുതി പരിഷ്കരണം വന്നപ്പോൾ അവിടുത്തെ വ്യവസായശാലകളെല്ലാം സ്തംഭനാവസ്ഥയിലായി. സ്വാഭാവികമായിട്ട് സർക്കാരിന് കിട്ടേണ്ട റവന്യൂ കുറഞ്ഞു.
അപ്പോൾ വരുമാനം ഉണ്ടെങ്കിലല്ലേ നികുതി ചെലവ് കുറയ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും മസ്ക് അപ്രസക്തനായി, അയാളുടെ വകുപ്പും അപ്രസക്തനായി. അപ്പോൾ എൻ്റെ ഡോജിൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നിറവേറ്റാൻ സാധിച്ചില്ല. എന്നെ ഒരു വിപ്പിംഗ് ബോയ് കണക്കെ, അതായത് ഈ രാജകൊട്ടാരങ്ങളിൽ ചാട്ടവാറിനടിക്കാൻ വേണ്ടി ഒരാൾ ഇരിക്കുമല്ലോ, കാര്യം ഇയാൾ എല്ലാവരെയും തല്ലിപ്പറഞ്ഞു വിടുക അതൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ അവിടെ നിന്ന് പോയത്. അപ്പോൾ ട്രംപ് ഇതിനെക്കുറിച്ചൊന്നും ആദ്യമൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ ഈ മസ്ക് വീണ്ടും രംഗപ്രവേശനം ചെയ്തു. അതായത് ഈ രണ്ട് രാഷ്ട്രീയത്തിൽ ആരോപണങ്ങൾ വരുമ്പോൾ ഇത്തിരി എരിവും പുളിയൊക്കെ ഉണ്ടാകണമല്ലോ. ഒരു മസാല കേസും അതിനിടയിൽ പൊങ്ങി വന്നു. അവിടെ ഒരു വ്യവസായി ഉണ്ടായിരുന്നു, അയാളുടെ പേര് ജെഫ്രി എപ്സ്റ്റീൻ. ഇയാൾ ഒരു ലൈംഗിക ആരോപണ കേസിൽ പെട്ടു. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് ഒരു ദ്വീപിൽ താമസിപ്പിച്ച് ഇയാളുടെ ഇംഗിതങ്ങൾക്ക് വിധേയമാക്കുക. അങ്ങനെ ഇയാൾ ഈ കേസിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിൽ 2019 മരിച്ചു, ആത്മഹത്യ ചെയ്തു. ഈ ജെഫ്രി എപ്സ്റ്റനും ഡൊണാൾഡ് ട്രംപും അടുത്ത സുഹൃത്തുക്കളാണ്. രണ്ടുപേർക്ക് ഇക്കാര്യത്തിൽ ഏതാണ്ട് സമാന താല്പര്യങ്ങളും ഉള്ള ആൾക്കാരാണ്. കാര്യം ട്രംപിനെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാമല്ലോ, അയാളുടെ ചില എന്താ പറയുക സ്വഭാവ വൈകല്യങ്ങളും ചില ബലഹീനതകളും അറിയാമല്ലോ. അപ്പോൾ ട്രംപ് നേരത്തെ ഇയാളുടെ ഈ ചെയ്തികളെക്കുറിച്ച് തനിക്ക് അറിയാവുന്ന മട്ടിൽ ട്വിറ്ററിൽ പോസ്റ്റൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇയാളുടെ മരണത്തെക്കുറിച്ച് ട്രംപിന് അതിൻ്റെ അണിയറ കാര്യങ്ങളെക്കുറിച്ച് ട്രംപിന് കൃത്യമായി അറിയാം, അല്ലെങ്കിൽ ഇയാളുടെ മരണത്തിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ മസ്ക് കഴിഞ്ഞ ദിവസം അയാളുടെ തന്നെ ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സിൽ പോസ്റ്റ് ചെയ്തു. ഒരു തരം വെല്ലുവിളി മാതിരി താൻ ഇതിനെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്തും, ഒരു ബോംബ് പൊട്ടിക്കാൻ സമയമായി എന്ന തരത്തിലാണ് മസ്ക് ട്വീറ്റ് ചെയ്തത്. പിന്നെ ഈ ട്വീറ്റ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ, പിന്നീട് ആവശ്യം വരും എന്ന തരത്തിലൊക്കെയാണ് അയാൾ അന്ന് പ്രതികരിച്ചത്. പക്ഷെ പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു, പുള്ളി തന്നെ അതങ്ങ് ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഈ കാര്യത്തിൽ ഈ ട്രംപിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു ആരോപണം ഇതുവരെ ഈ എപ്സ്റ്റന്റെ കുടുംബമോ അയാളുമായിട്ട് ബന്ധപ്പെട്ടവരോ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവർ തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇയാളുടെ മരണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് കൃത്യമായി അറിയില്ല. അപ്പോൾ ഈ ട്രംപിനെതിരെ ഇപ്പോൾ എന്താ പറയുക, ഒരു വെറും ആരോപണം മാത്രമല്ല, ട്രംപിനെ കരിവാരി തേക്കാൻ ഇറങ്ങി തിരിച്ചേക്കാണ് മസ്ക്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ നേരത്തെ നല്ല സൗഹൃദമായിരുന്നു. ഒരാളെ എത്തിക്കാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തിയ ഒരാൾ ഇപ്പോൾ അയാളെ കരിവാരി തേക്കുക, പരമാവധി താറടിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. എന്നാൽ ട്രംപിന് ഒരു പരിധിക്കപ്പുറം ഇയാളെ അകറ്റി നിർത്താനും പറ്റില്ല. കാര്യം ഇയാളുടെ കുറേ രണ്ടും ബിസിനസ്സുകാരാണല്ലോ, പരസ്പരം രഹസ്യങ്ങൾ അറിയാവുന്നവരായിരിക്കും. അതുകൊണ്ട് എന്താണ് ട്രംപ് ഇയാൾക്കെതിരെ, അതായത് ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ട്രംപ് മനസ്സിൽ കരുതിയേക്കുന്നതെന്ന് നമുക്കറിയില്ല. ഏതായാലും കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഈ സ്ഥിതി തുടർന്നാൽ ഇത് കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അല്ലേ? ഉറപ്പാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവർ രണ്ടുപേരും പൊളിറ്റീഷ്യൻസ് അല്ല, ബേസിക്കലി രണ്ടുപേരും ബിസിനസ്സുകാരാണ്. ഏറ്റവും വലിയ പ്രശ്നം ഇതിലൊരാൾ ലോകത്തെ ഏറ്റവും വലിയ ശക്തമായ സമ്പന്നമായ രാജ്യങ്ങളിലൊന്നിൻ്റെ തലവനാണ്. ഇപ്പോൾ രണ്ട് പേരുടെ സ്വകാര്യമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള ഈഗോ ക്ലാഷ്, അത് ഒരു നാടിൻ്റെ തന്നെ തലവേദനയായി മാറുകയാണ്. ഒരു പരിധി വരെ അത് മറ്റ് രാജ്യങ്ങൾക്കും അത് പ്രശ്നം ഉണ്ടാക്കും. കാര്യം ഈ ട്രംപ് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ നമുക്ക് അറിയാനൊക്കെ ഇല്ല. ചിലപ്പോൾ മസ്കിനോടുള്ള വിരോധം മൂലം അയാൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും, എന്തെങ്കിലും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും. ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ ദിവസം പോലും ട്രംപ് വിസ നിയന്ത്രണം സംബന്ധിച്ച് ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തി. ഇത് അയാളുടെ പാർട്ടിയിലോ ഈ മന്ത്രിസഭയിലോ പോലും ഒന്നും ആലോചിക്കാതെ സ്വന്തം നിലയിൽ അങ്ങ് പ്രഖ്യാപനം നടത്തുക. അത് ഇയാൾ ഈ പാർട്ടി പ്രവർത്തകരെ, റിപ്പബ്ലിക്കൻ പാർട്ടി പ്രവർത്തകരെ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ അഭിസംബോധന ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, അതിനിടയിൽ അങ്ങ് പ്രഖ്യാപിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ട്രംപ് ഈ മസ്കിനോടുള്ള വിരോധം മൂലം എന്തെങ്കിലും വലിയ രീതിയിലുള്ളൊരു പ്രഖ്യാപനങ്ങളോ നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും നടപടികളുമായിട്ട് മുമ്പോട്ട് പോയാൽ വലിയ പ്രശ്നമാകും. മറ്റൊരു സംഗതി കൂടി ഉണ്ടായി. ഇതിനിടയിൽ മസ്ക് ഒരു പ്രഖ്യാപനം നടത്തി, ഈ കണക്കിന് പോയാൽ എൻ്റെ സ്പേസ് എക്സ് ഡ്രാഗൺ, അതായത് ഈ നാസയാണല്ലോ ഏറ്റവും വലിയ ബഹിരാകാശ ഏജൻസി നമ്മുടെ നാട്ടിൽ, അല്ല അമേരിക്കയിലുള്ള, അല്ലെങ്കിൽ ലോകത്തെമ്പാടും ഏറ്റവും വലിയ ബഹിരാകാശ ഏജൻസി നാസയാണ്. അപ്പോൾ അവരെപ്പോലും അപ്രസക്തമാക്കിക്കൊണ്ട് മസ്ക് വളർത്തിയെടുത്തൊരു പ്രസ്ഥാനമാണ് സ്പേസ് എക്സും അതിൻ്റെ ഡ്രാഗൺ ദൗത്യം എന്ന് വെച്ചാൽ ബഹിരാകാശ യാത്രകൾക്ക് ഉപയോഗിക്കുന്ന പേടകം. അതൊക്കെ പൂട്ടിക്കെട്ടി പോകുമെന്നൊക്കെ ഇയാൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. പിന്നീട് അതും പിൻവലിച്ചു. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഇത്തരം ഈഗോ ക്ലാഷുകൾ, ഇത്തരം വലിയ മണ്ടത്തരങ്ങളോ വലിയ പ്രഖ്യാപനങ്ങളോ വലിയ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ചില നയങ്ങളിലേക്കൊക്കെ പോയാലോ എന്നുള്ളൊരു ആശങ്ക എല്ലായിടവും ഉണ്ട്.